ഉണക്കനെത്തോലി വെച്ച് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലേ ചോറിന് പിന്നെ സൈഡായിട്ട് വേറെ ഒന്നും നമുക്ക് വേണ്ടി വരത്തില്ല. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ഉണക്കനെത്തോലി എടുത്തിട്ടുണ്ട്. അത് തലയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അഥവാ വല്ല മണ്ണും പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോഴത്തേക്ക് അതങ്ങ് പൊക്കോളും. പിന്നെ ഒരു 7-8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എരിവ് കൂട്ടി ഇത് ചെയ്യുമ്പോഴേ ഒരു കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ എടുക്കുന്ന വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ചൊന്ന് കുറയ്ക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7-8 നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് കണ്ടിച്ചിട്ടിട്ട് എടുക്കുക. അതല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ എടുത്താലും മതിയാകും. അതെല്ലാം ഒന്ന് സൈഡാക്കി വെച്ചതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒന്നും ഒഴിക്കാതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാടൊന്നും കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന പരുവം വരെ വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളി കൂടെ ചേർക്കുന്നുണ്ട്. പുളി കൂടെ ചേർത്ത് മൂപ്പിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഐറ്റം കേടാവത്തില്ല. കുറച്ചധികം നേരം ഇരുന്നാലും കേടാവാതെ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പുളി കൂടെ ഇതിൻ്റെ ഒപ്പം നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. അതിനൊരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണ ചേർക്കാത്തതുകൊണ്ട് തന്നെ പുളി ചൂടായി വരുമ്പോഴത്തേക്ക് അത് ആ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇതെന്താ ഇത്ര വൃത്തികേടായിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്ന് ആരും കമൻ്റ് ഇടണ്ട കേട്ടോ. നിങ്ങൾ ചെയ്താലും ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ പുളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. എണ്ണ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എണ്ണ ചേർക്കാതെ വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ എണ്ണ ചേർക്കാതെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നമ്മളത് കഴുകിയെടുത്തത് കൊണ്ട് തന്നെ അതിൽ ചെറിയൊരു വെള്ളമയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ വെള്ളമയമൊക്കെ ഒന്ന് പോയി നെത്തോലി ഒന്ന് വറുത്തെടുക്കുന്ന പരുവം വരെ അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഞാൻ അതും തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 5-6 പേർക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ എടുക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിലും മാറ്റം വരുത്തുക. അതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ കരുവാടിന് കുറച്ച് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം എരി ഒരല്പം കൂടി വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് പച്ച കറിവേപ്പിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ നെത്തോലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നെത്തോലി ചമ്മന്തി കേട്ടോ. നമ്മുടെ ചോറ് ഇന്ന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഉണക്കമീൻ ചമ്മന്തി തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ചൂട് ചോറിൻ്റെ കൂടെ ഈ നെത്തോലി ചമ്മന്തിയും കൂടെ കൂട്ടി തിന്ന അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.